Hello friends, today we will discussing about the topic Constituent Assembly. Constituent Assemblyനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ Constituent Assemblyനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ വിത്ത് ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ കുറിച്ചുള്ള ഫാക്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത് ലക്ഷ്മികാന്ത് ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡാണ് ഫസ്റ്റ് പറയേണ്ടത്. ഡിമാൻഡ് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായത്, ആരാണ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് എന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ 3 പിക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 3 പിക്ചേഴ്സിൽ ഫസ്റ്റ് പിക്ചർ എം.എൻ. റോയ് ആണ്, സെക്കൻഡ് പിക്ചർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സിമ്പലാണ്, തേർഡ് വൺ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനവും ഈ 3 വ്യക്തികളും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഡിമാൻഡ് നടത്തിയത് ഇവരാണ്. അപ്പോൾ എം.എൻ. റോയ് എന്ന് പറയുന്ന വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ നേതാവാണ്. 1934 എം.എൻ. റോയ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇങ്ങനെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണെന്ന് ഡിമാൻഡ് ചെയ്യപ്പെട്ടു. ഇന്ത്യക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണെന്ന് ഡിമാൻഡ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആവശ്യമാണെന്ന് 1934 എം.എൻ. റോയ് എന്ന് പറയുന്ന ഈ വിശിഷ്ട വ്യക്തി ഡിമാൻഡ് ചെയ്യപ്പെട്ടു. പിന്നീട് 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1935 ഒഫീഷ്യലായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്, അതുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുശേഷം 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒഫീഷ്യലി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ കുറിച്ചിട്ട് ഡിക്ലെയർ ചെയ്തത് 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അത്തരത്തിലൊരു ഡിക്ലറേഷൻ നടന്നത്. ആ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കണം, ബേസ്ഡ് ഓൺ ദ അഡൾട്ട് ഫ്രാഞ്ചൈസ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു ഔട്ടർ ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത് എന്നുള്ളതും കൂടെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ it was in 1934 that the idea of the Constituent Assembly for India was put forward for the first time by M.N. Roy. M.N. Roy is a pioneer of the communist movement in India. അപ്പോൾ 1934 ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നത് എം.എൻ. റോയ് ആണ്. എം.എൻ. റോയ് എന്ന് പറയുന്ന ഈ വ്യക്തി കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകനായിരുന്നു. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫസ്റ്റ് ടൈം ഒഫീഷ്യലി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിനെ ഡിമാൻഡ് ചെയ്യപ്പെട്ടു. ഒഫീഷ്യലി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് പറഞ്ഞ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇൻ 1935 ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടു ബി ഫസ്റ്റ് ടൈം ഒഫീഷ്യലി ഡിമാൻഡഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇൻ 1938 ജവഹർലാൽ നെഹ്റു ഓൺ ബിഹാഫ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇൻ്റർഫറൻസ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഈ ആഗസ്റ്റ് ഇതിൽ 3 പിക്ചർ എന്നുണ്ട്. ഒന്ന് ആഗസ്റ്റ് ഓഫർ 1940 ആൻഡ് സെക്കൻഡ് വൺ ഈസ് 1942 ഉള്ള പിക്ചറാണിത്. സർ സ്റ്റഫോർഡ് ക്രിപ്സിൻ്റെ പിക്ചറാണിത്. തേർഡ് വൺ ഈസ് വേൾഡ് വാർ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് ഓഫർ ഓഫ് 1940 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിമാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു ഡിമാൻഡ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നതായി. അതിനെയാണ് ആഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അതിനുശേഷം 1942 സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ക്യാബിനറ്റിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മെമ്പറായിരുന്നു സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത്. ആ വ്യക്തി ഇന്ത്യയിലേക്ക് വരികയും ഈ ഒരു ഡ്രാഫ്റ്റ് നൽകുകയുണ്ടായി. ആ ഡ്രാഫ്റ്റ് അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഈ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാം ആഫ്റ്റർ വേൾഡ് വാർ 2 എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. The demand was finally accepted in the principle by British government in what is known as August Offer of 1940.
അപ്പോൾ നമ്മുടെ ഈ ഡിമാൻഡ് ഒരു പ്രിൻസിപ്പിളായിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതിനെയാണ് ആഗസ്റ്റ് ഓഫർ ഓഫ് 1940 എന്ന് പറയുന്നത്. ഇൻ 1942 Sir Stafford Cripps, a member of the cabinet, came to India with a draft proposal of the British government on the framing of independent constitution to be adopted after the World War. World War II ശേഷമാണ് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഫ്രെയിം ചെയ്യാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രപ്പോസൽ ചെയ്തത്. ആ പ്രപ്പോസലുമായിട്ട് വന്നത് ആരായിരുന്നു? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. എന്നായിരുന്നു വന്നത്? 1942. ആരായിരുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സ്? ക്യാബിനറ്റ് മെമ്പറായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മെമ്പർ. ഇനി ഈ 3 പിക്ചർ ശ്രദ്ധിക്കാം. ഇത് മുഹമ്മദ് അലി ജിന്നയാണ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്, പിന്നെ ഇത് മുഹമ്മദ് അലി ജിന്ന, പിന്നെ 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ. ഈ 3 പിക്ചറാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നുള്ള ആ ഒരു ആഗസ്റ്റ് പ്രപ്പോസൽ ആര് റിജക്റ്റ് ചെയ്യപ്പെട്ടു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഈ മുഹമ്മദ് അലി ജിന്ന, ഈ മുസ്ലിം ലീഗ് റിജക്റ്റ് ചെയ്തു. അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നായിരുന്നു. അവരുടെ ഇന്ത്യയെ ഡിവൈഡ് ചെയ്തിട്ട് 2 സ്റ്റേറ്റാക്കി മാറ്റണമെന്നും അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്നായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. പക്ഷേ 1946 ഇന്ത്യയിലേക്ക് വന്ന ക്യാബിനറ്റ് മിഷൻ ഈ ഒരു പ്രപ്പോസൽ, ഈ ഒരു ഡിമാൻഡ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുകയാണ് ചെയ്തത്. The Cripps proposal were rejected by the Muslim League, which wanted India to be divided into 2 autonomous states with 2 separate constituent assemblies. Finally, cabinet mission was sent to India. While it rejected the idea of 2 constituent assemblies, it put forth a scheme for this constituent assembly which more or less satisfied Muslim League. അപ്പോൾ ക്രിപ്സിൻ്റെ പ്രപ്പോസൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുക, 2 ഓട്ടോണമസ് സ്റ്റേറ്റ്സ് ആക്കി മാറ്റുക, വിത്ത് 2 സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആവശ്യമാണെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡ്. പക്ഷേ ഫൈനലി ആര് വന്നു? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്യപ്പെട്ടു. അവർ ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ ഈ 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നുള്ള ഒരു ആശയത്തെ റിജക്റ്റ് ചെയ്തു. ഇനി അങ്ങനെ ഒരു റിജക്റ്റ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു സ്കീം ക്യാബിനറ്റ് മിഷൻ പ്രപ്പോസ് ചെയ്തു. ആ സ്കീം അനുസരിച്ചിട്ട് ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 389 സീറ്റായിരുന്നു. ആ 389 സീറ്റിൽ 296 ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസിനും പിന്നെ 93 പ്രിൻസ്ലി സ്റ്റേറ്റിനുമായിരുന്നു. അപ്പോൾ 296 ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസിനാണെങ്കിൽ അതിൽ മുസ്ലിംസ് വിഭാഗങ്ങളും പിന്നെ സിഖ് വിഭാഗങ്ങളും പിന്നെ ജനറൽ വിഭാഗങ്ങളായിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ അനുസരിച്ചിട്ടായിരുന്നു അതിനെ സീറ്റ് നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മില്യൺ എവറി മില്യണിനും ഒരു സീറ്റ് എന്നുള്ള രീതിയായിരുന്നു സീറ്റിംഗ് രീതി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 296 ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസിലേക്ക് വേണ്ടി ഇലക്ഷൻ ഫസ്റ്റായിട്ട് നടന്നത് ജൂലൈ ആഗസ്റ്റ് 1946 ഈ 296 തന്നെ 292 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യപ്പെട്ടത് 11 ഗവർണേഴ്സ് ഉള്ള പ്രൊവിൻസിൽ നിന്നായിരുന്നു. അപ്പോൾ 292 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യപ്പെട്ടത് 11 ഗവർണേഴ്സ് ഉള്ള പ്രൊവിൻസിൽ നിന്നായിരുന്നു. അതിൽ പിന്നെ ബാക്കി വരുന്ന 4 ചീഫ് കമ്മീഷണേഴ്സ് ഉള്ള പ്രൊവിൻസിൽ നിന്നായിരുന്നു. ഓരോ ചീഫ് കമ്മീഷണേഴ്സിനും ഓരോ സീറ്റ് വീതമായിരുന്നു നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുള്ള മെമ്പേഴ്സിന് സീറ്റ് നൽകിയിട്ട് ആ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്ന രീതി നോമിനേറ്റഡ് രീതിയായിരുന്നു. ആ നോമിനേഷൻ ചെയ്തിരുന്നത് ആ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഹെഡായിരുന്നു. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഹെഡാണ് ഈ നോമിനേറ്റഡ് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. 93 പ്രിൻസ്ലി സ്റ്റേറ്റ് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രിൻസ്ലി സ്റ്റേറ്റ് ഈ ഒരു പാർട്ടിസിപ്പേഷനിൽ അവസാനം വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷൻ പ്ലാനിനനുസരിച്ചിട്ട് 1946 നവംബറിലാണ്
കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്. അതിനനുസരിച്ച് ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ സ്കീമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1946 നവംബറിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നത്. എന്താണ് ഈ സ്കീമിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇതിൽ 389 സീറ്റിൽ 296 ബ്രിട്ടീഷ് ഇന്ത്യക്കായിരുന്നു. 93 സീറ്റിൽ അതിൽ തന്നെ ഔട്ട് ഓഫ് 296 സീറ്റിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ 292 ഫ്രം 11 ഗവർണേഴ്സിനായിരുന്നു, ഓൾറെഡി പറഞ്ഞു. പിന്നെ 4 ഫ്രം ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിലായിരുന്നു. അപ്പോൾ 93 സീറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റിന് കൊടുത്തു. 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ പ്രൊവിൻസിന് അലോക്കേറ്റ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു വോട്ടിംഗ് രീതി എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റി വേർ ടു ബി ഇലക്റ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റീൻ്റെ മെമ്പേഴ്സാണ്. പിന്നെ അവരുടെ ആ സെലക്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ്. അതെന്ന് പറഞ്ഞാൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് വേർ ബൈ നോമിനേറ്റഡ് മെത്തേഡാണ് പ്രിൻസ്ലി സ്റ്റേറ്റ് സ്വീകരിച്ചത്. പ്രിൻസ്ലി സ്റ്റേറ്റിലെ ഹെഡാണ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ആരാണോ ആ സീറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റാണ്. പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഹെഡാണ് ആ സീറ്റിനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് പാർഷ്യലി ഇലക്റ്റഡ് ആണ്, പാർഷ്യലി നോമിനേറ്റഡ് ആണ്. The members were to be indirectly elected by the members of the provincial assembly who themselves elected and limited ranges. The election of the constituent assembly for 296 seats allotted to the British India provinces were held in July and August 1946. And the Indian National Congress won 280 seats and Muslim League 73 seats, and small groups and independents got remaining 15 seats. അപ്പോൾ 208 സീറ്റിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുകയും മുസ്ലിം ലീഗ് 73 സീറ്റും പിന്നെ അതർ സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് 15 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. അത് 93 സീറ്റ് പ്രിൻസ്ലി പ്രൊവിൻസിന് കൊടുത്തത് അവരതിൽ ഫിൽ ചെയ്യാതെ വിടും. അവരത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. Although the Constituent Assembly was not directly elected by the people of India on the basis of adult franchise, Constituent Assemblyയിലേക്കുള്ള ഇലക്ഷൻ ഡയറക്റ്റായിട്ട് പീപ്പിൾ ആയിരുന്നില്ല ഇലക്ട് ചെയ്തിരുന്നത്. അസംബ്ലി കമ്പൈൻസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഈ അസംബ്ലിയിൽ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസും ഉണ്ടായിരുന്നു. മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു, സിഖ്സ് ഉണ്ടായിരുന്നു, പാർസീസ് ഉണ്ടായിരുന്നു, ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, SC ആൻഡ് ST ഉണ്ടായിരുന്നു, പിന്നെ വുമൻസൊക്കെ ഉണ്ടായിരുന്നു. Assembly included all important personalities of India at that time with the exception of Mahatma Gandhi. ഇനി വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ വർക്കിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 213 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് ഈ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിനെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. അന്ന് ടെമ്പററി ആയിട്ട് പ്രസിഡൻ്റ് ആയിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെമ്പറായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അന്ന് പ്രസിഡൻ്റ് ആയിരുന്നത് പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വന്നതിന് ശേഷം ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. വൈസ് പ്രസിഡന്റ് 2 പേരുണ്ടായിരുന്നു. ഒന്ന് HC മുഖർജി, രണ്ടാമത്തത് VT കൃഷ്ണമാചാരി. Working of the Constituent Assembly. The Constituent Assembly held its first meeting on December 9, 1946. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫസ്റ്റ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അത് നടന്നത് 211 മെമ്പേഴ്സ് വെച്ചിട്ടായിരുന്നു. December 9, 1946 ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിൽ മുസ്ലിം ലീഗ് ബോയ്ക്കോട്ടഡ് ദാറ്റ് മീറ്റിംഗ് ആൻഡ് ഇൻസിസ്റ്റഡ് ഓൺ ദ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓഫ് പാകിസ്ഥാൻ. അവർ ഒന്ന് മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്യുകയും ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ അവകാശപ്പെടുകയും ചെയ്തു. ദിസ് മീറ്റിംഗ് was thus attended by only 211 members. Dr. Sachidananda Sinha, the oldest member, was elected as the temporary president of the assembly following the French practice.
Later, Dr. Rajendra Prasad was elected as the President of the Assembly. Similarly, both H.C. Mukherjee and V.T. Krishnamachari were elected as the Vice President of the Assembly. അപ്പോൾ അസംബ്ലിക്ക് 2 വൈസ് പ്രസിഡൻറ്റ് ഉണ്ടായിരുന്നു.